ഫ്രണ്ട്സ്, ധാരാളം സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ ഭൂരിഭാഗം ആൾക്കാർക്കും അതിന് കഴിയുന്നില്ല. അതാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ ആവർത്തിച്ചുള്ള ചിന്തകളെയും അനുഭവങ്ങളെയും അത് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇത്ര മാത്രമേ എനിക്കതിന് കഴിയൂ എന്ന്. ഇതെങ്ങനെയാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്? കൂടുതലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇതൊരു ബിലീഫ് സിസ്റ്റമായി നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പേരൻസിനോട് നമ്മൾ ഒരു ബുക്കോ പേനയോ വാങ്ങിത്തരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടൂറിന് പോകാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, അവർ സാധാരണയായിട്ട് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അവരൊരിക്കലും നമ്മളോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അവർ റിയാലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലായ്മയെക്കുറിച്ച് അവർ ആദ്യം പറയും, അല്ലേ? നമുക്കതിന് കഴിയില്ല, ആ ടൂറിനൊന്നും പോകണ്ട, നമ്മൾ ദരിദ്രരാണ്, പൈസ എടുക്കാനില്ല, ഇനി മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ അത്രയും പണമൊന്നും നമുക്കില്ല എന്നുള്ള രീതിയിൽ നിരവധി തവണ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. അതായത് ഈ ഭയത്തോടെയോ അല്ലെങ്കിൽ ദുഃഖത്തോടെയോ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമ്പത്തിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, പണം പാപമാണ്, സമ്പത്ത് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴിതെറ്റി പോകും, സമ്പത്ത് അധികം ഉണ്ടാക്കിക്കൂടാ എന്നുള്ള രീതിയിൽ നമ്മൾ നിരവധി പ്രാവശ്യം അത് കേൾക്കുകയും അതൊരു ഭയത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ധനസംബന്ധമായിട്ടുള്ള എന്ത് ക്രയവിക്രയം വരുന്ന സമയത്തും നമുക്ക് ഇല്ലായ്മയുടേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ഇതിനെ നമുക്ക് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ ജീവിതത്തിൽ പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. അതായത് ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇല്ലായ്മയുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഇനി അവിടെ സാമ്പത്തികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുക. വെറുതെയെങ്കിലും നമ്മുടെ മനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇല്ലായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായും സമ്പത്തിൻ്റെതായിട്ടുള്ള സ്രോതസ്സുകൾ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള എന്ത് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നതെന്ന് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചിന്തകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും സാമ്പത്തികമായ തലത്തിലേക്ക് നമുക്ക് പതുക്കെ ഉയരാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്.